നമസ്കാരം. ലൈക്ക് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂമുഖം ആരംഭിക്കുകയാണ്. പൂമുഖത്തിൽ ഇന്ന് ഡോക്ടർ കെ മുരളീധരൻ നായർ, വാസ്തു ശാസ്ത്ര വിജ്ഞാന പീഠം പ്രസിഡന്റ്, വാസ്തു ആചാര്യൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥപതിയാണ്. സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടുള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്, ഒരുപാട് സംശയം, എനിക്ക് സാറിൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ടുള്ള സംശയങ്ങളിലൊന്നാണെന്ന് തോന്നുന്നു. നമ്മൾ പാല് കാഴ്ച ചടങ്ങ് നടക്കുമ്പോൾ, വീട് കയറി താമസം ചടങ്ങുകൾക്ക് മുന്നോടിയായി നടക്കുന്ന പൂജകൾ സംബന്ധിച്ച കാര്യത്തിലാണ് സംശയം വന്നിരിക്കുന്നത്. ഒന്ന് ഗണപതി ഹോമം, രണ്ട് വാസ്തുബലി, മൂന്നാമത്തത് ഭഗവതി സേവ അല്ലെങ്കിൽ ലക്ഷ്മീനാരായണ പൂജ എന്ന് പറയുന്നത് ഈ പൂജകൾ അമ്പലങ്ങളിൽ നടത്താമോ? അമ്പലങ്ങളിൽ നടത്തിയാൽ അത് ഇതിൻ്റെ അനുസരിച്ച് വീട് പണി ചെയ്യുമ്പോൾ അമ്പലങ്ങളിൽ നടത്തുന്നത് ഉചിതമായിരിക്കുമോ, അല്ല വീട്ടിൽ തന്നെ നടത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഇത് ഏതൊക്കെ സമയത്താണ് നടത്തേണ്ടത്? ഇത് ഒരുപാട് പേര് എൻ്റെ കൂടെയും ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കഴിക്കേണ്ട ആഹാരം വേറെ ഒരാൾ കഴിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? എനിക്ക് വിശക്കുണ്ടെങ്കിൽ ഞാൻ ആഹാരം കഴിച്ചാലേ പറ്റുള്ളൂ, അല്ല വേറെ ഒരാൾ കഴിച്ചാൽ എൻ്റെ വിശപ്പ് മാറില്ല. അതേ തത്വം തന്നെയാണ്. നമ്മൾ ഭൂമി പൂജ ചെയ്യുക എന്ന് പറയുന്നത് ഭൂമിയിലുള്ള അനർത്ഥങ്ങൾ മാറാനും അതിൽ ശുദ്ധമാവാനും അതിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് വൃക്ഷപൂജയുടെ അനുവാദമാകും. ഇതിങ്ങനെ വേണ്ടിയാണ് നമ്മുടെ സ്ഥലം വാങ്ങിച്ച് നമ്മളൊരു ഭൂമി പൂജ ചെയ്യുന്നത്. ഇത് ഭൂമി പൂജ ചെയ്യാതെ ആ പൂജ ഞാൻ അടുത്തുള്ളൊരു അമ്പലത്തിൽ ചെയ്തിട്ട് ഇവിടെ തറക്കല്ലിടാമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, 100% തെറ്റാണ്. അങ്ങനെ ആരും തന്നെ ചെയ്യാൻ പാടില്ല. അതേ രീതിയിൽ തന്നെ നമ്മളിപ്പോൾ ഒരു വീട് പാല് കാച്ചി നടക്കുകയാണ്. അപ്പോൾ അവിടെ സാധാരണ ഗണപതി ഹോമം നടക്കും. രാവിലെ ഗണപതി ഹോമം നടത്തിയിട്ടാണ് ലക്ഷ്മീനാരായണ പൂജ, വൈകുന്നേരം സത്യനാരായണ പൂജ, പല പല പൂജകളുണ്ട്. ആ ഗണപതി ഹോമം ഞാൻ അമ്പലത്തിൽ ചെയ്താൽ പോരെ? അപ്പോൾ അതിന് നമുക്ക് എന്താ പറയേണ്ടത്? സാധാരണ അഗ്നി കൊടുക്കുമെന്ന് പറഞ്ഞൊരു ഹോമമാണ്. ഒരു വീട്ടിൽ വെളുപ്പിൽ നമ്മൾ മഹാഗണപതിക്ക് കൊടുക്കുന്ന ഒരു ഹോമം അർപ്പിക്കുകയാണ്. അത് ചെയ്യാതെ വേറെ എന്ത് പൂജ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ ഒരു വീട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് മഹാഗണപതിക്കുള്ള ഗണപതി ഹോമം നടത്തിയ ശേഷം മാത്രമാണ്. ഇപ്പോൾ സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഭഗവതി സേവ എന്ന് പറഞ്ഞ് വൈകുന്നേരം ചെയ്യും. അതിൻ്റെ ആവശ്യമില്ല. രാവിലെ ഗണപതി ഹോമത്തോടൊപ്പം തന്നെ ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് പോവാം. പിന്നെ വൈകുന്നേരം ആണെങ്കിൽ സത്യനാരായണ പൂജ ചെയ്യാം. ഇങ്ങനെ പല പല കാര്യങ്ങളും ചെയ്യാം. അതും ഓരോ നാട്ടിൻ്റെ അവരുടെ വിശ്വാസം അനുസരിച്ചാണ് ഈ വക കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായിക്കോട്ടെ, നമ്മൾ ചെറുക്കുന്നില്ല. എന്നാൽ വീട്ടിൽ ചെയ്യേണ്ട പൂജകൾ വീട്ടിൽ തന്നെ ചെയ്യണം. അത് അമ്പലത്തിൽ ചെയ്തിട്ട് അമ്പലത്തിൽ ചെയ്താൽ അമ്പലത്തിന് കൊള്ളാം. അമ്പലത്തിൽ പൂജ അമ്പലത്തിലെ ദേവനും ഓക്കെ. പക്ഷേ വീട്ടിൽ ചെയ്യേണ്ട പൂജ വീട്ടിൽ തന്നെ ചെയ്യണം. അതാണ് തത്വം. അപ്പോൾ ഇതിനകത്ത് വേറെ ഈ വാസ്തു പൂജ, നമ്മൾ വസ്തു വാങ്ങിക്കുന്ന സമയത്ത് വാസ്തു പൂജയുണ്ട്. ഭൂമി പൂജ എന്ന് പറഞ്ഞാൽ അത് വരുന്നത്, അത് വാസ്തുബലി എന്നുള്ള ഇതിൽ ഈ പറഞ്ഞ പോലെ ഓരോരോ പൂജകളും പല ആൾക്കാരും ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയോ എന്നുള്ള തരത്തിലുള്ള സംശയം ചോദിച്ചു. അത് പറയാം. അതായത് ഇതിൽ ഏറ്റവും പ്രധാനം നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു വസ്തു വാങ്ങിയാൽ ശരിയായിട്ട് പറഞ്ഞിരുന്നാൽ ഒരു മരങ്ങൾ മുറിക്കാതെ വലുതായിട്ടുള്ള ഇടുപ്പ് പൊടിപ്പൊന്നും ആ ഭൂമിയിൽ ചെയ്യാതെ ആദ്യം ചെയ്യേണ്ട പൂജയാണ് ഭൂമി പൂജ. ആ ഭൂമി പൂജ ചെയ്യുന്നതോടൊപ്പം തന്നെ വൃക്ഷങ്ങൾ മുറിക്കുന്നതിൻ്റെ അവരുടെ അനുവാദം കൂടെ ചോദിച്ച് വാങ്ങിച്ചാണ് ആ പൂജ കൂടെ ഉണ്ടാവും. അതാണ് ഭൂമി പൂജ. ആ ഭൂമി പൂജ ചെയ്തെല്ലാം നമ്മൾ ഒന്നും തന്നെ ചെയ്യരുതെന്നർത്ഥം. പിന്നെ ഒരു വീട് നമ്മൾ വച്ച് കഴിഞ്ഞു, ഫൗണ്ടേഷൻ എല്ലാം ആയ ശേഷമാണെങ്കിൽ വാസ്തു ബലി ചെയ്യാം. വാസ്തുബലി നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ 2 വർഷം ചെയ്യും. ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ചെയ്യും. ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട പൂമുഖവാതിൽ സ്ഥാപിക്കുന്നതിന് മുൻപായിട്ട് ചെയ്യും. ചില സ്ഥലങ്ങളിൽ നമ്മുടെ വാർപ്പെല്ലാം കഴിഞ്ഞ ശേഷം ചെയ്യാറുണ്ട്. അത് വാസ്തുബലി ചെയ്യുന്നതുകൊണ്ട് വീടിൻ്റെ എന്തെങ്കിലും നെഗറ്റീവ് എനർജികളുണ്ടെങ്കിൽ അത് മാറിപ്പോകും. അതിന് വേണ്ടിയാണ് വാസ്തുബലിയാണ്. സാധാരണ ചില ആൾക്കാർ ഇതൊന്നും തന്നെ ഭൂമി പൂജ കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് പൂജകളൊന്നുമില്ല. അവർ വീടിൻ്റെ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞ ശേഷം തലേ ദിവസം വാസ്തുബലി ചെയ്യും, വെളുപ്പിലെ ഗണപതി ഹോമം ചെയ്യും, അതിനോടൊപ്പം ലക്ഷ്മീനാരായണം, ഈ 3 പൂജയും ഒരു സെറ്റായിട്ട് ചെയ്ത് ഓരോ മുഹൂർത്തം നോക്കിയിട്ട് ആ സമയത്ത് പാല് കാഴ്ച നടത്തും. അങ്ങനെ ചെയ്യും. ഓരോ സ്ഥലത്തെ ഓരോ വച്ച് ആരാധിച്ചുകൊണ്ട് വന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയാം. ആ രീതിയിൽ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല.
എന്നാൽ ഗണഹോമം തന്നെ ഒരു വീട്ടിൽ ചെയ്യാതെ വീട്ടിലൊരിക്കലും തന്നെ കയറാൻ പാടില്ല. പിന്നെ ചില ആൾ ഇന്ന് രാവിലെ തന്നെ എന്നോട് ഒരാൾ ചോദിച്ചതാണ്, വീട് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപായിട്ട് ഫർണിച്ചറുകൾ കൊണ്ട് ഇടാമോ? അതായത് സകല സെറ്റായിട്ട് ഒരിക്കലും പാടില്ല, ഒരിക്കലും പാടില്ല. നമ്മുടെ വീട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടല്ലാതെ പുറത്തു നിന്നുള്ള പിന്നെ ഫർണിച്ചറോ കോട്ടോ ഒന്നും തന്നെ നമുക്ക് വീട്ടിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ആവാമല്ലോ. രാവിലെ വീട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചശേഷം ഇതെല്ലാം കൊണ്ടിടാം. തടസ്സം. അതിൻ്റെ കൂടെ ഒരു ചോദ്യം ചോദിച്ചിട്ട്, പാല് കാച്ചി ചടങ്ങ് നടക്കുന്നത് പാല് എവിടെ വെച്ചാണ് പാല് കാച്ചേണ്ടത്? അടുപ്പ് എവിടെയാണ്? പാല് കാച്ചി സാധാരണ നോക്കി നമുക്ക് നമ്മുടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു അടുക്കള നിശ്ചയിച്ച് അടുക്കളയുടെ പണിയെല്ലാം കഴിഞ്ഞിരിക്കും. അടുക്കളയുടെ അകത്ത് വെച്ച് പാല് കാച്ചുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ സ്ലാബും പിന്നെ ഗ്രാനൈറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് മണൽ വിരിച്ചിട്ട് അതിനപ്പുറത്ത് ചുടുകെട്ട് വെച്ചിട്ട് നമ്മൾ അഗ്നി കൊടുക്കും. അഗ്നി കൊടുത്ത് പാല് തിളച്ച് അഗ്നിയിലേക്ക്, അത് ഹോമമാണ്, അഗ്നിയിലേക്ക്, അതാണ് പാല് കാച്ചി ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ അതിന് സാധാരണ ഇതിൽ നമ്മൾ പാല് പാത്രം വയ്ക്കും, അല്പം ഒന്ന് കിഴക്കോട്ടോ വടക്കോട്ടോ സ്വല്പം ഒന്ന് ചരിച്ചു വയ്ക്കും. അപ്പോൾ തിളച്ച് നേരെ അങ്ങോട്ട് തൂവും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിലേക്ക് നമ്മൾ പിന്നെ അഗ്നി കൊടുക്കുന്ന തന്നെ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. രാവിലെ ഗണഹോമം പിന്നെ നടത്തിയ സമയത്ത് കൊളുത്തി വെച്ചിട്ട് വിളക്ക് അണയാതിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തീ പകർന്ന് കൊണ്ടുപോകാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴും വീട് നമ്മുടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കയറി എടുത്തു കൊടുത്ത് നമ്മൾ കന്നിമൂലയിൽ കൊണ്ടുവയ്ക്കുന്ന വിളക്കുണ്ടല്ലോ, ആ വിളക്കിൽ നിന്ന് തീ പകരാം. ഈ രണ്ട് രീതിയിൽ ചെയ്യുന്നതിന് തടസ്സമില്ല. ഇനി ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, വീടിൻ്റെ ദർശനം തെക്കോട്ടാണ്, തെക്ക് ദർശനമാണ്. തെക്ക് കിഴക്കായിട്ട് സ്റ്റെപ്പ് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് ക്രമീകരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? മനസ്സിലായി. അതായത് ഒരുപാട് ആൾക്കാർക്ക് ഒരു സംശയമുള്ള കാര്യമാണ് തെക്കോട്ട് ദർശനം എന്ന് പറയുന്നത്. തെക്ക് ദർശനം എന്ന് പറയുന്നത് ഭയപ്പെടുത്തിയുള്ള കേസുകളാണ് ഒരുപാട് ആൾക്കാർക്ക്. അപ്പോൾ അത് തെക്കോട്ട് ദർശനം എന്ന് ഒരിക്കലും ഭയക്കേണ്ട കാര്യമേ ഇല്ല. ഈ പൂമുഖവാതിൽ എങ്ങോട്ടാണ് ദർശനം നിൽക്കുന്നത്, തെക്കോട്ടായിരുന്നാലും പടിഞ്ഞാറോട്ടായാലും കിഴക്കോട്ടായിരുന്നാലും നേരെ പടിക്കെട്ടിറങ്ങി മുറ്റത്തിറങ്ങണം. അല്ലാതെ ചുറ്റി കിഴക്കോട്ട് ചെയ്യുന്നത് നല്ലതല്ല, ഒരിക്കലും പാടില്ല എന്നർത്ഥം. നിങ്ങൾ എങ്ങോട്ട് തെക്കോട്ട് ദർശനമുണ്ട്, തെക്കോട്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട വാതിൽ ദർശനം കറക്റ്റ് തെക്കോട്ടാണ്. നിങ്ങൾ തെക്കോട്ട് തന്നെ ഇറങ്ങി നിങ്ങൾ പടി സ്റ്റെപ്പിട്ട് പോകണം. അല്ലാതെ സിറ്റ് ഔട്ട് നേരെ പിന്നെ തിരിഞ്ഞ് കിഴക്കോട്ട് ചെയ്യാൻ അർത്ഥമല്ല, അത് ദോഷമാണ്. അത് വലിയ രീതിയിലുള്ള ദോഷമുണ്ടാകും. പലർക്കുള്ള സംശയമാണ്. കാരണം വാതിൽ തെക്കോട്ടെന്ന് പറയുന്ന ഒരു പേടിയൊക്കെ ഉണ്ടാകും. തെക്കോട്ട് ഇറങ്ങി പോകുന്നത്, എവിടെയെങ്കിലും ഇറങ്ങി പോകുമ്പോൾ തെക്കോട്ട് പോകുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം സംശയം വെച്ചിട്ടാണ് മാന്യപ്രേക്ഷകൻ അത്തരത്തിൽ ഒരു സംശയം ഉന്നയിച്ചത്. കാരണം കിഴക്കോട്ട് തിരിഞ്ഞു പോകാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തിരിവിൻ്റെ ആവശ്യമില്ല, അത്തരത്തിലുള്ള ഒരു ക്രമീകരണം നടത്തേണ്ട കാര്യമില്ല. പൂമുഖവാതിൽ എങ്ങോട്ടാണോ ദർശനം, ആ ദർശനത്തിലേക്ക് തന്നെ പടികൾ ക്രമീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ള ഏറ്റവും വാസ്തുപരമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റ് ഒരു അധ്യായത്തിൽ നമ്മൾ വീണ്ടും കാണും. അതിലേക്ക് നമസ്കാരം.